വെൽക്കം പറയ്. വെൽക്കം പറയ്. മോളോട് ഞാൻ വെൽക്കം പറയുന്നതാണ്. അപ്പോൾ ആൾ പറയുന്നത് നാളെ പറയാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഇഫ്താർ വ്ളോഗാട്ടോ. അതായത് വലിയ സ്പെഷ്യൽസ് ഒന്നുമില്ല. ഒരു സ്നാക്കും കാണിക്കുന്നുണ്ട്, പിന്നെ പത്രിയിലേക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സാധാരണ പോലെ വലിയ സ്പെഷ്യലൊന്നും ഇല്ലാത്തൊരു നോമ്പ് തുറയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് കാണാം. ഇത് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാൻ വെക്കുകയാണ്. അപ്പോൾ പത്തിരിയും കറിയൊക്കെ രാവിലെ ഇട്ട് ഉണ്ടാക്കുക. അപ്പോൾ പത്തിരി ഇതുപോലെ ഒരു കാസറോളിൽ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിലും രാത്രി എടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് ഉണ്ടാവില്ല, സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിലേക്ക് ഇനി കറിയായിട്ട് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും മുട്ടക്കറിയും ചിക്കൻ കറിയൊക്കെ അല്ല, അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ചെമ്മീൻ കറിയാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം അരപ്പൊന്ന് റെഡിയാക്കണം. അതിലേക്ക് ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഇല്ലി വേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യത്തിന്, അതായത് കുറച്ച് ഒഴിച്ചാൽ മതി, ഇതൊന്ന് അരയാൻ വേണ്ടിയുള്ള രീതിക്ക് ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരക്കണം കേട്ടോ, നന്നായിട്ട് അരഞ്ഞ് വരണം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി കറി റെഡിയാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ കടുകിന് പകരം നമുക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ കറിക്ക് കടുകാണ് കേട്ടോ രസം പത്തിരിക്ക് കഴിക്കുമ്പോൾ. ഇനി കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി, 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്നും നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം എന്തായാലും നമ്മൾ മീനൊക്കെ ഇട്ട് തിളപ്പിക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്തോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ കറിയിൽ പുളി ഇടുന്നില്ല കേട്ടോ, ഇതിലുള്ള തക്കാളിൻ്റെ പുളി തന്നെ ടേസ്റ്റാണ് ഇതിന്, വേറെ പുളി ഇടേണ്ട ആവശ്യമില്ല. പത്തിരിക്കായതുകൊണ്ട് പുളി ഇടാണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചെമ്മീനാണ് കേട്ടോ, അതിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെമ്മീൻക്ക് പകരം ആവോലിയോ അല്ലെങ്കിൽ അരിക്കേ അയില എന്തായാലും ഇതുപോലെ കറി വെച്ചാൽ പത്തിരിക്ക് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ചെമ്മീൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെമ്മീൻ കറി. അപ്പോൾ ഇനി നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഈത്തപ്പഴം കൊണ്ടുള്ളൊരു സ്നാക്കാണ്. ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുരു മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങ വെച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കുന്നതാണ് ഇന്നത്തേത്. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ ഭാഗമില്ല, ആ ഭാഗത്ത് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുകയാണ്. അവിടെ തേങ്ങ നിറച്ച് കൊടുത്തിട്ട് ഈ 2 സൈഡും കൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെക്കുക, ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇതുപോലെ ആക്കുക. അപ്പോൾ ഇതിൽ ഈത്തപ്പഴവും തേങ്ങയും അതുപോലെ ഇത് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ അത് 3 കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഈത്തപ്പഴത്തിലും തേങ്ങ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 മുട്ടയാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എടുക്കുന്നത് ഒരു 3/4 കപ്പ്, 1 കപ്പ് അടുത്തൊക്കെ വെള്ളം വേണ്ടി വരും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
നമ്മൾ പഴംപൊരിക്ക് ആക്കൂലേ, പഴം പൊരിക്കാനൊക്കെ ആക്കണ ആ ബാറ്ററിൻ്റെ ആ ഒരു കണക്കാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ ഈത്തപ്പഴം ബാറ്ററിൽ ഇട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഓയിലിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്രൈ ആവുന്നതിനനുസരിച്ച് കോരിയെടുക്കുക. ഇനി റവക്കഞ്ഞി ഉണ്ടാക്കുകയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് ഒന്ന് വറുത്ത് വന്ന ശേഷം അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുക. സേമിയ ഇട്ട് വറുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ഏലക്കായ്പ്പൊടിയും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. തിളച്ച് വന്ന ശേഷം അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. തിളപ്പിച്ച പാലാണ് കേട്ടോ. ഇനി ഇതൊന്ന് തുള്ളി വന്ന ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫ് ചെയ്യാണ്. ഇത് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള തണ്ണിമത്തനാണ്. ഇത് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. നല്ല തണുത്തിരിക്കുകയാണ്, കട്ടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേത് ഇതെല്ലാവർക്കും അറിയുന്ന ഡ്രിങ്ക് തന്നെ ആയിരിക്കും. പുതിനയിലയും ഇഞ്ചിയും ചെറുനാരങ്ങയും പിന്നെ പഞ്ചസാര ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്ന ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് നല്ലതാണ് കേട്ടോ അത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളെ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക.